ഗായത്രി മന്ത്രത്തെ ഈ ലോകത്തിന് സമ്മാനിച്ച വിശ്വാമിത്ര മഹർഷിയെപ്പോലെ ഈ യുഗത്തിലെ വിശ്വാമിത്ര മഹർഷി പരംപൂജ്യ ഗുരുദേവനാണ്. പരമപൂജ്യ ഗുരുദേവൻ ഗായത്രി മന്ത്രത്തെ, ആ മഹാമന്ത്രത്തെ ഈ ലോകത്തിനു വേണ്ടി സർവവ്യാപകമായി പുനരവതരിപ്പിച്ചു, പുനഃപ്രതിഷ്ഠിച്ചു. ഗായത്രി മന്ത്രത്തെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും എത്തിച്ചു. അതെ, വീട് വീടാന്തരം ഗായത്രി മന്ത്രമെത്തി. ഗായത്രി വേദജനനി, ഗായത്രി പാപനാശിനി എന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞിരിക്കുന്നു. വ്യക്തിത്വത്തെ പരിപാവനമാക്കാനുള്ള അധികാരം ഗായത്രി മാതാവിന് മാത്രമാണ്. സപ്തഋഷികളുടെ തപോഭൂമിയാണിത്. സപ്ത സരോവറിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ തന്നെ മഹർഷി വിശ്വാമിത്രന്റെ തപോഭൂവിലാണ് ശാന്തികുഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെയാണ്. പ്രാചീനമായ ജ്ഞാനത്തെ പൂർണ്ണമായും വിവർത്തനം ചെയ്ത ഒരേ ഒരാൾ പൂജ്യ ഗുരുദേവനാണ്. വേദങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഉപവേദം, വേദാംഗ്, ഷഡ്ദർശനങ്ങൾ, ശ്രുതി, സ്മൃതി ഇവയെക്കുറിച്ചെല്ലാം ആധികാരികമായി എഴുതിയത് ഗുരുദേവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശാന്തികുഞ്ച് സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഗുരുദേവന്റെ ലേഖനങ്ങൾ പഠിച്ചാൽ അതിന്റെ പേര് തന്നെ ഗുരുദേവൻ നൽകിയിരിക്കുന്നത് പ്രാചീന പരമ്പരയുടെ പുനർജീവൻ, ഋഷി പരമ്പരയുടെ പുനർജീവൻ എന്നാണ്.